നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടകശനി ബാധിക്കാത്ത മനുഷ്യർ ഉണ്ടാവില്ല. ഇതുമൂലം ഉണ്ടാകുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഏവരും അനുഭവിക്കാറുള്ളതാണ്. ഇതിനാൽ ശനിദേവന്റെ പേര് കേൾക്കുന്നത് പോലും പലർക്കും ഭയം ഉളവാക്കുന്നു. പരമശിവന് പോലും കണ്ടകശനി ബാധിച്ചതായി പുരാണങ്ങളിൽ പറയുന്നു. കർമ്മത്തിന്റെ ദേവനാണ് ശനിദേവൻ. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കർമ്മങ്ങളും കാരണം നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സൂര്യപുത്രനായ ശനിദേവനാലാണ്. ആഴ്ചയിൽ ഒരു ദിവസമായ ശനിയാഴ്ച ശനിദേവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടകശനി മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്രയമായ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ എത്തിച്ചേർന്നാൽ കണ്ടകശനി മൂലം അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും മാറ്റുന്നു. എന്നാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് പോലെ ഇവിടെ ദർശനം നടത്തുവാൻ സാധ്യമല്ല. ഈ ക്ഷേത്രത്തെ പറ്റിയും കണ്ടകശനി മാറുവാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്നും മനസ്സിലാക്കാം. പോണ്ടിച്ചേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശനീശ്വരന്റെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനള്ളാർ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. ദർബാറനേശ്വരർ എന്നാണ് പരമശിവന്റെ പ്രതിഷ്ഠയെ ഇവിടെ അറിയപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ടിൽ പോലും ഈ ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട്. ഐതിഹ്യം: ഒരിക്കൽ ശനീശ്വരൻ ഒരു വിഷമഘട്ടം നേരിട്ടു. തന്റെ ഭക്തർ എല്ലാവരും തന്നെ ഭയത്തോടെ നോക്കുന്നു. ശനീശ്വരന്റെ ക്രോധം തന്നെയായിരുന്നു അതിന്റെ കാരണം. ഈ വിഷമഘട്ടം തരണം ചെയ്യാൻ കടുത്ത ശിവഭക്തനായ ശനിദേവൻ തിരുനള്ളാർ ക്ഷേത്രത്തിലെത്തി പരമശിവനോട് പ്രാർത്ഥിച്ചു. ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശനീശ്വരനെ ഭഗവാൻ എന്ന് വിളിക്കുവാൻ തുടങ്ങിയത്. ഒരിക്കൽ കണ്ടകശനി മൂലം തന്റെ രാജ്യവും കുടുംബവും നഷ്ടമായ നളരാജാവ് ഒരു പാചകക്കാരനായി. എന്നാൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ അദ്ദേഹം ഇവിടെ വരികയും ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹത്തിന് നഷ്ടമായ രാജ്യവും കുടുംബവും തിരിച്ചു കിട്ടി. അതിനുശേഷം ഈ ക്ഷേത്രക്കുളം നളതീർത്ഥം എന്നറിയപ്പെടുവാൻ തുടങ്ങി. ക്ഷേത്ര ദർശനം നടത്തേണ്ടത് എങ്ങനെ? മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായാണ് ഇവിടെ ദർശനം നടത്തേണ്ടത്. ശരിയായ രീതിയിൽ ദർശനം നടത്തിയാൽ മാത്രമേ കണ്ടകശനിയുടെ ദോഷങ്ങൾ മാറുകയുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ക്ഷേത്രത്തിലെത്തിയാൽ അവിടെ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രക്കുളത്തിൽ മുങ്ങി കുളിക്കണം. തലയിൽ എള്ളെണ്ണ തേച്ച് ശികായ് പൗഡർ ഇട്ട് 1 രൂപയുടെ കോയിൻ വച്ചുകൊണ്ട് വേണം 3 പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ. ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ, പൂണൂൽ എന്നിവ ഊരിവച്ചതിന് ശേഷം മാത്രമേ കുളിക്കുവാൻ ഇറങ്ങാവൂ. കാരണം കുളിക്കുമ്പോൾ ശരീരത്തിലുള്ള എന്തും അവിടെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിച്ച് വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. സ്ത്രീകൾക്ക് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മുറികളിൽ വച്ച് വസ്ത്രം മാറാവുന്നതാണ്. പഴയ വസ്ത്രം ക്ഷേത്രക്കുളത്തിന് സമീപം ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ പോകണം. കുളത്തിനടുത്തായി തന്നെയുള്ള ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ നാളികേരത്തിന് മുകളിൽ കർപ്പൂരം കത്തിച്ച് ഉടച്ചതിന് ശേഷം വേണം ശനീശ്വര ദർശനം നടത്തേണ്ടത്. ദർശനം നടത്തുമ്പോൾ അവിടെ നിന്ന് ലഭ്യമാകുന്ന തട്ട് കയ്യിൽ വച്ച് വേണം ദർശനം നടത്താൻ. തട്ടിൽ എള്ളെണ്ണ, അരളിപ്പൂവ്, കറുത്ത തുണി, വെറ്റില, അടയ്ക്ക എന്നിവ ഉണ്ടാകും. ഇവ തിരുമേനിക്ക് കൈമാറിയ ശേഷം പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ വച്ചിരിക്കുന്ന ചിരാതുകൾ കത്തിക്കണം. 7 ഗോപുരങ്ങളോടെ കിഴക്കോട്ട് ദർശനമായി 2 കൈകളോടുകൂടി ഭക്തരെ അനുഗ്രഹിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ശനീശ്വരന്റെ പ്രതിഷ്ഠ. ശനിയാഴ്ച വിശേഷപ്പെട്ട ദിവസമാണ്. 2 രീതിയിലുള്ള ദർശനമാണ് ഈ ക്ഷേത്രത്തിൽ ലഭ്യമാകുന്നത്. 100 രൂപയുടെ കൂപ്പൺ ദർശനവും സൗജന്യ ദർശനവും. ഒരു രാശി ചിഹ്നത്തിൽ നിന്നും ശനി മാറുന്ന ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ദിവസമായി ആഘോഷിക്കപ്പെടുന്നു. 2.5 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ദിവസം ഉണ്ടാകുന്നത്. ദർശന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 വരെയും ശനിയാഴ്ച ദിവസങ്ങളിൽ രാത്രി 9 മണി വരെയും ദർശനം നടത്താം. എത്തിച്ചേരുവാൻ
ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാരയ്ക്കൽ ടൗണിലാണ്. ട്രിച്ചിയാണ് നിയറസ്റ്റ് എയർപോർട്ട്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ്സുകൾ ലഭ്യമാണ്. കേരളത്തിൽ നിന്നും നിരവധി ട്രെയിനുകൾ കാരയ്ക്കലിലേക്ക് പോകുന്നുണ്ട്. കാരയ്ക്കലാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. റോഡ് മാർഗം വരുന്നവർ നാഗർകോവിൽ മധുര വഴിക്കും പാലക്കാട് കോയമ്പത്തൂർ വഴിക്കും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.